എന്റെ ഈശ്വര, ഞാൻ എന്തായി കാണണേ? ഇതൊക്കെ എവിടുന്ന? സ്ത്രീപീഡന കേസിലെ 57-ാം പ്രതി ഒരു സ്വർണ്ണക്കടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവിടെ ഞാനിന്നൊരു അന്വേഷണത്തിനായിട്ട് കയറി. 200 പവനുണ്ട്. നിങ്ങളൊരു മണ്ടന. ഇത്രയും വലിയൊരു പ്രതിയെ കൈ കിട്ടിയിട്ട് 200 പവന്റെ അന്വേഷണം നടത്തി വന്നിരിക്കുന്നു. ഒരു 500 പവന്റെ അന്വേഷണങ്ങൾ നടത്തണ്ടേ? എന്നെ മനസ്സിലായില്ലായിരിക്കും. ഇല്ല. ഇപ്പൊ ഒരു ബെല്ലടിച്ച ശബ്ദം കേട്ടില്ലേ? ആ ബെല്ലടിച്ചത് ഞാനാ. സ്വർണ്ണക്കട മുതലാളി ഞാനാ. 200 പവൻ കൊടുത്തയച്ചില്ലേ ഞാനാ. ആ സ്ത്രീ പീഡന കേസിലെ 57-ാമത്തെ പ്രതി ഞാനാ. സ്വർണ്ണ കണ്ണടി ഉണ്ട്, സുന്ദരിയായിട്ടൊരു ഭാര്യയുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ആ പീഡനത്തിൽ പെട്ടുപോയി. ഈ കേസിന് എങ്ങനെയെങ്കിലും എന്റെ തല ഒന്ന് ഊരി തരണം. 200 പവൻ പോരെങ്കിൽ ഒരു 200 പവൻ കൂടി തരാം. ഇന്ന് തന്നെ തരാം. എന്നെ രക്ഷിക്കണേ. കാലൊന്നും പിടിക്കണ്ട. കാലൊന്നും പിടിക്കാനല്ല പെങ്ങളെ, ഞാൻ പാദസരം ഉണ്ടോന്ന് നോക്കിയതാ. ഇല്ലെങ്കിൽ കടയിൽ നിന്ന് കൊടുത്തയക്കാം. അപ്പൊ കടയിൽ വരുമ്പോ ഒരു 4 മണിക്കും 5 മണിക്കും ഇടയില് കടയിൽ വന്നാ മതി. അപ്പൊ ഞാൻ കടയിലുണ്ടാവും. എന്നെ രക്ഷിക്കണം. അല്പം മനസാക്ഷി ഉള്ളതുകൊണ്ട് ചോദിക്കുക. വൈകിട്ട് 4 മണിക്കും 5 മണിക്കും ഇടയില് കടയില് ഞങ്ങൾ വന്നാ സ്വർണം കിട്ടോ? കിട്ടും. അപ്പൊ ശരി. ആ പിന്നെ ഇവിടെ ഇപ്പൊ 200 ഉണ്ട്. ഇനി ഒരു 200 കൂടി വരുന്നുണ്ട്. അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഈ ബിൽഡിങ്ങിനെ വല്ല കള്ളന്മാരും കയറിയാലോ? സി എ ജഗന്നാഥിന്റെ വീട്ടില് കള്ളന്മാര് കയറേ? അപ്പൊ ഇതുവരെ ഈ വീട്ടില് കള്ളന്മാർ കയറിയിട്ടേ ഇല്ല. ഈ വീട്ടിൽ നിന്ന് ഒരു മൊട്ടു സൂചി പോലും കൊണ്ടുപോവാൻ ഒരുത്തിന് ധൈര്യമില്ല. അപ്പൊ ഇന്ന് വരെ ഒന്നും പോയിട്ടില്ല? ഇല്ലെന്നേ. താങ്ക് യു. ഹലോ. ഹലോ സർ. മനസ്സിലായില്ലേ? ഡാർലിംഗ്, ഇത് ഞാനാ, സൂപ്പർമാൻ. എന്നെ അറസ്റ്റ് ചെയ്യാൻ സാറിന് വലിയ ആഗ്രഹമല്ലേ? ഇന്നൊരു അവസരം തരാം. ഇന്ന് വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് സാറിന്റെ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലത്ത് നിന്നും ഞാനൊരു മോഷണം നടത്താൻ പോവാ. കഴിയുമെങ്കിൽ പിടിക്കുക. ഇതൊരു സുവർണാവസരമാണ്, പാഴാക്കരുത്. ഇപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ കേട്ടോ.
തകർത്തു. എന്റെ അഭിനയം തകർത്തു. സ്ത്രീ പീഡന കേസിലെ പ്രതിയായി ഞാൻ ജീവിക്കായിരുന്നില്ലേ? കണ്ടു. കണ്ടോ? എന്താ ടി വിയിലെങ്ങും കാണിച്ചോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. താൻ പറഞ്ഞത് വിശ്വസിച്ച് ആ സ്ത്രീയും ഭർത്താവും കൂടി 4-നും 5-നും ഇടയിൽ കടയിൽ പോയി. ആ സമയത്ത് ഞാൻ അവിടെ ഒന്നുകൂടി കയറി. എന്തിന്? അവര് തിരിച്ചു വരുമ്പോ അവരുടെ വീട്ടിൽ കള്ളം കയറി എന്നറിയിക്കാൻ. അതായത് മോഷണം നടന്നിട്ട് 3 ദിവസമായില്ലേ? ആയി. പക്ഷെ അവരറിയുന്നത് ഇന്ന് വൈകിട്ട് 4-നും 5-നും ഇടയിൽ മോഷണം നടന്നു. എനിക്കൊരു പിടിയും കിട്ടണില്ലല്ലോ. അതൊക്കെ താനേ കിട്ടിക്കോളും. താൻ പോയി കോളനി ആളുകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരണം. പിടി കൊടുക്കാൻ പോവാ? അതെ. എന്നെ അറസ്റ്റ് ചെയ്യാതെ IPS കാരിക്ക് ഉറക്കാൻ വരണില്ല അത്രേ. ഒന്ന് പിടികൊടുത്ത് കളയാം. ഒന്നുമില്ലെങ്കിലും അവളെ കല്യാണം ആലോചിച്ച ചെറുക്കനല്ലേ ഞാൻ. അയ്യോ, നിനക്ക് ഡെപ്യൂട്ടി കമ്മീഷണറെ തന്നെ കല്യാണം കഴിക്കണം അല്ലടാ? കഴിച്ചോളാം. കഴിച്ചോളാന്നോ? അറിയോ? സാറേ, കല്യാണത്തിന് എനിക്ക് സമ്മതം ഞാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇവരെ കൂടെ തല്ലി സമ്മതിപ്പിക്കുന്നത്? ഇങ്ങനെ തല്ലിയ കല്യാണത്തിന് അന്ന് ദേഹം മുഴുവൻ നീരായിരിക്കും. അവനെ കൊണ്ടുവാ. പന്നില്ലേ? പിടിയിടോ. ഇത് കല്യാണ പെണ്ണിന് കാണുന്ന ഫോട്ടോ അല്ലേ? എന്റെ വേറെ കോപ്പി ഉണ്ട്. ഇതവിടെ ഒട്ടിക്കേ. ഓ, ഇവരെ സൂക്ഷിക്കുക, എന്നെയും സൂക്ഷിക്കുക. ഒട്ടിക്കാനായിരുന്നെങ്കിൽ വേറൊരു ഉഗ്രം ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ണട വെച്ചെടുത്തത്. ഇവരെല്ലാരും സാറിന് കല്യാണം ആലോചിച്ച് വന്നവരാ? എന്റെ മൂക്കം സല്യൂട്ട് ചെയ്തോട്ടെ. ഇതെന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ ആഭരണങ്ങളാ. വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് അല്ലേ? അതെ സർ. ആഹാ, എല്ലാം നല്ല ഉഗ്രം ഫാഷനാ. അടി തുടങ്ങാൻ പോവല്ലേ? ജസ്റ്റ് 1 മിനിറ്റ്. സാറേ, സ്വർണ്ണം ഇവിടെ വെച്ചിട്ടുണ്ടേ, ഒരു കണ്ണ് വേണേ. റെഡി, സ്റ്റാർട്ട്. അയ്യേ, ഇങ്ങനെയാണ് അടിക്കുന്നത്. ബൾക്ക് മസിൽ. ഇവനകത്തേക്കിട്, ഞാൻ അടിച്ചോളാം സാർ. കൊണ്ടുപോകണോ? കേരളത്ത് സാർ, ജസ്റ്റ് 1 മിനിറ്റ്. ഇപ്പൊ വരാം, ഇതൊന്നും കഴിഞ്ഞു. എന്താ, അവനെ കൊന്നോ? എന്താടാ, നിനക്കൊക്കെ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹരിയെ വേണം. അവനെ വിട്ടു കിട്ടിയാലേ ഞങ്ങൾ പോകൂ. അവൻ എങ്ങനെ വിടാൻ പറ്റില്ല. അവനൊരു മോഷണ കേസിലെ പ്രതിയാ. ഒന്നല്ല, ഒരുപാട് കേസുകളിൽ നിങ്ങൾ പോലീസുകാർ അവനെ പ്രതിയാക്കിയതാ. എന്നിട്ട് മതിയായില്ലല്ലേ? എന്താ വേണ്ട നിനക്കൊക്കെ? വേണ്ട. കൊച്ചിനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എവരെ വിളിച്ചോണ്ട് പോയേ? വിളിച്ചാലൊന്നും ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹരിയെ വിട്ടു കിട്ടണം. അയാളെ ഞങ്ങളെപ്പോലുള്ള 100 കണക്കിന് ആളുകൾ ദൈവമാ. ഹരീന്ദ്രന്റെ മേലുള്ള ഈ സ്ത്രീയുടെ സ്ത്രീപീഡനം, IPS കാരുടെ ഈ സ്ത്രീപീഡനം, ഇവരെല്ലാരും കൂടി എന്നെ ഇതിനകത്തിട്ട് തല്ലിക്കൊല്ലുക. എല്ലാവരും കൂടി മനഃപൂർവ്വം. ഞങ്ങളുടെ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങളാരും ജീവനോടെ ഈ സ്റ്റേഷന് പുറത്തു പോവില്ല. പോണെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനും കൊല്ലേണ്ടി വരും. നിങ്ങൾ എന്തായി കാണിച്ചത്? എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അയാളെ ICUലേക്ക് മാറ്റണം. കൊണ്ടുവരൂ. കോടതിയിൽ വെച്ച് കാണാണ്ടോ? മറ്റേ കാര്യം മറക്കണ്ടോ? കല്യാണം. കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങൾ CI ജഗന്നാഥന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചവയാണ് അല്ലേ? അല്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ടല്ലോ. അത് അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചല്ലേ? തല്ലിയാൽ തന്നെ നിങ്ങൾ എന്താ സമ്മതിക്കണം? അതുപോലത്തെ തല്ലായിരുന്നില്ലേ സാർ തല്ലിയത്? ആരായാലും സമ്മതിച്ചു പോകും.
4 പോലീസുകാർ ചുറ്റിൽ നിന്ന് മർമ്മത്തിടിച്ച് 3 ദിവസം മൂത്രം പോലെ ICU കിടന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ ഹാജരാക്കുന്നു. ഇത് കണ്ടാലറിയാം അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചാണെന്ന്. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് സാർ. നിങ്ങളുടെ പക്കൽ നിന്നും സ്റ്റേഷനിൽ വെച്ച് ഈ ആഭരണങ്ങൾ കണ്ടെടുത്തു എന്ന് സത്യമല്ലേ? സത്യമാണ്. CIയുടെ ആഭരണങ്ങൾ എങ്ങനെ നിങ്ങളുടെ പക്കൽ വന്നു? അത് CIയുടെ ആഭരണങ്ങളല്ല, എന്റെ ആഭരണങ്ങളാ. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് മറ്റൊരു കാര്യത്തിനാ. എന്ത് കാര്യത്തിന്? ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണാലോചന. ഉറക്കെ പറയൂ. ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണാലോചന. ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണ ആലോചന എന്നെ സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ അരയിലെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടത്. സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥ് സാർ അത് പിടിച്ചു വാങ്ങുകയായിരുന്നു. എന്നിട്ട് കള്ളക്കേസും ചാർജ് ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയതാണെന്നും മറ്റും. പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരായിട്ടുണ്ടോ? ഇല്ല. നിരപരാധിത്വം സ്വയം തെളിയിക്കാൻ ഈ ഉള്ളവൻ അനുവാദം തരണം. യെസ്, ഗ്രാൻഡഡ്. താങ്ക് യു, യുവർ ഓണർ. PW ഓൺ ജഗന്നാഥൻ. അതെ അല്ലെങ്കിൽ അല്ല, ഏതെങ്കിലും ഒരു ഉത്തരം തന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന് അല്ലേ? അതിപ്പോഴല്ല, പണ്ടേ എന്റെ സ്വന്തമാണ്. അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആഭരണങ്ങൾ വാങ്ങാൻ ഒരു വലിയ തുക തന്നെ വേണ്ടിവരും. അത് നിങ്ങൾക്ക് എവിടെ കിട്ടി? ഐ മീൻ കൈക്കൂലി അങ്ങനെ എന്തെങ്കിലും? നോ, ഇതിന്റെ വിവാഹത്തിന് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ആഭരണമാണ്. ഓ, സ്ത്രീധനമായിട്ട്? നോ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നോ. 8 വർഷമായി. ഇത് മോഷണം പോയി എന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ്, എപ്പോഴാണ്? പറഞ്ഞോളൂ. ഇക്കഴിഞ്ഞ 29-ാം തീയതി. സമയം? 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്. ഓ, അതങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി? അതായത് ഞാനും ഭാര്യയും കൂടെ 4 മണിക്ക്. നിങ്ങളും ഭാര്യയും കൂടി 4 മണിക്ക് ഷോപ്പിങ്ങിന് പോയിരിക്കായിരുന്നു. അയ്യോ, കോടതിയാണ് പതുക്കെ. തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. അപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്നും കിട്ടിയതാണ് ഈ ആഭരണങ്ങൾ. അത് ഇക്കഴിഞ്ഞ് 29-ാം തീയതി വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് മോഷണം പോയി. Am I correct? That's all, Your Honor. Thank you, sir. PW2 സ്വർണ്ണലത. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞാൽ മതി. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്നും തന്നതാണെന്നുള്ള സത്യമാണോ? സത്യമാണ്. ഉരുക്കാറുണ്ടോ? എന്ത്? സ്വർണം ഉരുക്കി പുതിയത് പണിയാറുണ്ടോന്ന്? ഇല്ല. കൊടുക്കാറുണ്ടോ? സൈലൻസ്. പ്രൊസീഡ്. ഉണ്ടെങ്കിൽ പറയണം, കൊടുക്കാറുണ്ടോന്ന്. എന്ത്? പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ? ഇല്ല. എന്തെങ്ങനെ ചെയ്യായിരുന്നു? പഴമയുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ. That's all, Your Honor. PW3 വിശ്വനാഥൻ. നിങ്ങളുടെ തൊഴിൽ എന്താണ്? ഞാനൊരു ജുവലറി ഉടമയാണ്. മിസ്റ്റർ വിശ്വനാഥൻ, ഇത് നിങ്ങളുടെ ജുവലറിയുടെ ഒരു പരസ്യമാണ്. 2 മാസം മുമ്പ് വന്നത്. ഈ പരസ്യത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഏറ്റവും പുതിയ തരം ഫാഷനാണെന്നും പലതും മെഷീൻ കട്ടിങ്ങുമാണെന്നുമാണ്. ഇത് സത്യമാണോ, അല്ല പരസ്യത്തിന് വേണ്ടി ചേർത്ത വെറും വാചകങ്ങളോ? ഒരിക്കലുമല്ല. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. ഈ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തന്നെയല്ലേ ദോ അവിടെ ഇരിക്കുന്നതും? അതെ. That's all, Your Honor. PW7 ഫിലിപ്പ് മാത്യു. എന്താണ് നിങ്ങളുടെ തൊഴിൽ? ബാങ്ക് മാനേജറാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഇത് ഇക്കഴിഞ്ഞ 27-ാം തീയതി എന്റെ ബാങ്കിൽ പണയം വെച്ചിരുന്നതാണ്. നോട്ട് ദിസ് പോയിന്റ്, യുവർ ഓണർ. എന്നാണ് ഇത് തിരിച്ചെടുത്തത്? 29-ാം തീയതി ഉച്ചയ്ക്ക്. താങ്ക് യു. ഇനി ഡെപ്യൂട്ടി കമ്മീഷണർ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ഈ പ്രതിയെ നിങ്ങൾ അവസാനമായി കണ്ടത് എവിടെ വെച്ചാണ്? ആശുപത്രിയിൽ വെച്ച്. എന്തായിരുന്നു പ്രതിയുടെ അപ്പോഴത്തെ അവസ്ഥ? കുറച്ച് അവശനായിരുന്നു. അവസരം എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാട്ടോ. ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിയുടെ പറയാൻ പറ്റാത്ത മർമ്മഭാഗങ്ങളിൽ കാര്യമായ ചതവുകളും മുറിവുകളും ഉള്ളത് കൊണ്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റൂന്നല്ലേ? അതെ. താങ്ക് യു. സോറി. താങ്ക് യു, സർ. യുവർ ഓണർ, ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയവയല്ല എന്ന് വ്യക്തമാകുന്നു. അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറയപ്പെടുന്ന ആഭരണങ്ങൾ 8 വർഷം മുമ്പുള്ളതാണ്.
ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 2 മാസം മുമ്പ് മാത്രം വിപണിയിൽ വന്നതാണ്. 29-ാം തീയതി വൈകുന്നേരം 4-നും 5-നും ഇടയ്ക്ക് ആഭരണങ്ങൾ മോഷണം പോയി എന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഭരണങ്ങൾ 27-ാം തീയതി ബാങ്കിൽ പണയം വെച്ചതായി തെളിഞ്ഞു കഴിഞ്ഞു. 6 മണിക്ക് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ആഭരണങ്ങൾ കാണുന്നു. തുടർന്നൊരു കള്ളക്കഥയുണ്ടാക്കി 7 മണിക്ക് പ്രതിയുടെ മേൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം ആഭരണങ്ങളുടെ യഥാർത്ഥ അവകാശി പ്രതിയാക്കപ്പെട്ട ഈ ഉള്ളവരാണെന്നും PW1 മനഃപൂർവ്വം കെട്ടിച്ചമച്ചത് കള്ളക്കഥയാണെന്നും വ്യക്തമാകുന്നു. നിരപരാധിയും അനാഥനുമായ ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ പിടിച്ചുപറിക്കുന്നതിനായി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവശനാക്കുകയും അയാളുടെ ആരോഗ്യനില പോലും തകർക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നും നിരപരാധിയായ പ്രതിയെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകാൻ പറ്റിയ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയെ അനുവദിക്കണം. ഗ്രാൻഡഡ്. താങ്ക് യു, യുവർ ഓണർ. PW10. എന്താണ് തൊഴിൽ? പറഞ്ഞത് കേട്ടില്ലേ? എന്താണ് തൊഴിൽ എന്ന്? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഞാൻ ഈ കോടതി പറഞ്ഞെല്ലാം വ്യക്തമായിട്ട് കേട്ടില്ലേ? എല്ലാം കേട്ടു. ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഈ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല, യുവർ ഓണർ. അല്ല, ശരിയാണ്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില ഇവിടെ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇയാളാ കുഴപ്പിച്ചത്. ഇയാളുടെ മൊഴിയായി ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പമായിരിക്കുന്നത്. അതവരെ ചുറ്റി വളച്ചു തിരിച്ച് സ്ട്രൈറ്റ് ആയിട്ട് തനിക്ക് ചോദിച്ചു. ആ ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞ പോരെ? അത് പിന്നെ ഒരു കള്ളന്റെ ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്. ഇഡിയറ്റ്. എന്നെ തന്റെ കാര്യം പോക്കാ. കേസ് ആകെ തിരിച്ചു. ഇപ്പോ പ്രതി അവനല്ല, താനാ. ഈ കേസ് ഇനിയും മുറിയാൽ താൻ അകത്ത് പോകും. രക്ഷിക്കാൻ എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല.